അയൽത്തർക്കത്തിൽ നിഷ്ഠൂരം 3 പേരുടെ ജീവനെടുത്ത ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ഋതുവിനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പറവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ശ്യാംകുമാർ കൊച്ചിൻ ചെയ്തു. ശ്യാമ, പോലീസ് നടപടിക്രമങ്ങൾ ഏറെ ബാക്കിയുണ്ട്, തെളിവെടുക്കാനുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടതുപോലെ പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടിരിക്കുന്നു. എത്ര ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്? സുഹൈലെ, പ്രതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ കോടതിയിലെ അപേക്ഷ. ആ അപേക്ഷ കോടതി പരിഗണിച്ചിരിക്കുന്നു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടുകൊടുത്തുകൊണ്ടാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. 3 മിനിറ്റ് കൊണ്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. രാവിലെ ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞ പ്രതിയെ അല്പസമയം മുമ്പാണ് ഏകദേശം 2:34 ഇവിടെ എത്തിക്കുന്നു. വളരെ വലിയ സുരക്ഷയിൽ പ്രതിയെ കോടതിയിലേക്ക് കയറ്റുന്നു. 3 മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ പ്രതി ആക്രമിക്കപ്പെട്ട ഒരു പശ്ചാത്തലമുള്ളതിനാൽ വലിയ പോലീസ് സുരക്ഷയാണ് പ്രതിയെ ഒരുക്കിയിരുന്നത്. കോടതിയിൽ നിന്ന് വളരെ വേഗത്തിൽ പ്രതിയെ ജീപ്പിൽ കയറ്റി ഇപ്പോൾ വടക്കേക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പ്രതിയെ സംഭവ സ്ഥലത്ത്, പ്രതി കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. വലിയ ജനരോഷം ഉണ്ടാകുമെന്നുള്ളതിനാൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അതിന്റെ തുടക്കമാണ് കണ്ടത്. വലിയ പോലീസ് സുരക്ഷയോടുകൂടിയാണ് പ്രതി ഋതുവിനെ ഇവിടെ എത്തിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ പറവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിട്ടുകൊടുത്തിരിക്കുന്നു. ലഹരിക്കടിമയായ സ്ഥിരം കുറ്റവാളിയായ ഋതുവിനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കൂടുതൽ തെളിവെടുപ്പിനായി, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഋതുവിനെ 5 ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടാകും. ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.